ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഓലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുരുത്തോല കിട്ടിയില്ല, പിന്നെ നമ്മൾ പച്ചോല വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി പോയി കുഞ്ഞ് തെങ്ങുണ്ടല്ലോ, ഈ തൈത്തെങ്ങിൽ നിന്നാണ് കേട്ടോ അത് വെട്ടിയത്. കാരണം തെങ്ങ് വേറെ ആരും ഇല്ലായിരുന്നു, എല്ലാവരും ജോലിക്ക് പോയി. എല്ലാവരും പ്രോഗ്രാമിൻ്റെ ടൈം ആകുമ്പോൾ അവിടെ പ്രോഗ്രാം സ്ഥലത്ത് വരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു തെങ്ങിൽ കയറാൻ, എല്ലാവരും വെളുപ്പിനേ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ കൈ കിട്ടിയ ഓലയൊക്കെ നമ്മളങ്ങ് വെട്ടി. പിന്നെ വേപ്പില അതെല്ലാം സെറ്റ് ചെയ്യേണ്ടായിരുന്നു. ഇതെല്ലാം കളിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് മറ്റേ ഓലക്കുട അതൊക്കെ സെറ്റ് ചെയ്യേണ്ടായിരുന്നു, അതൊക്കെ ചേച്ചി ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ നമുക്ക് പന്തം കെട്ടാനായിട്ട് കമ്പ് കെട്ടാൻ പോകണമായിരുന്നു. പിന്നെ കമ്പ് കെട്ടാൻ താഴെ ഉള്ളൊരു കാട്ടിൽ പോയി നമ്മളെല്ലാവരും കൂടി പോയി വെട്ടി. അവിടെ നല്ല കാടായിരുന്നു, കുപ്പിച്ചില്ലൊക്കെ ഉണ്ടാവും, ചെരുപ്പിടാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി വെട്ടി അതെല്ലാം സെറ്റാക്കി. പിന്നെ അതെല്ലാം കെട്ടി വയ്ക്കണമായിരുന്നു, അതെല്ലാം കെട്ടി വെച്ച് പിന്നെ നമ്മൾ ഒരുങ്ങി സെറ്റായി പോയി. കാരണം ഒരുങ്ങുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, കാരണം നമ്മളെ ഫോണിലാണ് നമ്മൾ പാട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പാട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ, ഫോണിൽ ലാഗായിട്ട് പാട്ട് ഫുള്ള് പോയി. പിന്നെ ഒന്നേന്ന് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തത് കൊണ്ട് നമുക്ക് ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ടൈം ഒരുപാടായി. വണ്ടി 5 മണിക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് 7 മണി ആവാറായപ്പോഴാണ്. പക്ഷേ പ്രോഗ്രാം 8:30-ആയിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ അവിടെ എത്തണമെന്നുള്ളത് ആയിരുന്നു നമ്മുടെ പ്ലാൻ. പിന്നെ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഒരുങ്ങുന്നത്. പിന്നെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. പിന്നെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു. പാട്ടിൻ്റെ ആ ഒരു ഇഷ്യൂ വന്നെങ്കിൽ നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ സെറ്റായി, കളിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് ബുക്കിംഗ് പൈസയും കൂടി അല്ലാണ്ട് തന്നെ നമുക്ക് ക്യാഷ് അവാർഡൊക്കെ പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കമ്മിറ്റിക്കാരായിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പ്രൗഡ് മൊമെൻ്റാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലെയൊക്കെ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു പ്രോഗ്രാം ഇറക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പം പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവരുടെ സപ്പോർട്ടാണ് നമ്മളെ ഈ പ്രോഗ്രാം ഇത്ര എത്തിച്ചത്. ഇപ്പോൾ 1 വർഷം ആയിട്ടുണ്ട്, 1 വർഷം ആയില്ല, ആവാറായി, 1 മാസം കൂടി ഉണ്ട്. അപ്പം ഈ പ്രോഗ്രാമിന് ജനങ്ങളിരുന്ന അതേ സപ്പോർട്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിലും തരണം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ. എല്ലാവരുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഉണ്ടാവണം. ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടണം കേട്ടോ. ഞങ്ങളുടെ കസിൻസിനെയും കൂടി നിങ്ങളെ കൂടെയൊക്കെ കൂട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഈ വർഷത്തെ ഈ പ്രോഗ്രാമും ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിലുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഓരോരുത്തർ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മളവിടെ ചെന്നപ്പം, കഴിഞ്ഞ പ്രോഗ്രാം കണ്ട ആൾക്കാരൊക്കെ. അപ്പം അവർ പറഞ്ഞ് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാവശ്യം കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആ വർഷത്തെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇതേ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവരും തരണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.